ഡിസൈനിങ് യൂസിങ് HTML എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളും അതോടനുബന്ധിച്ചിട്ടുള്ള കണ്ടൻറ്റുകളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദ ടാഗ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഹൈപ്പർ ലിങ്ക് ഇൻ HTML ഈസ് ഡാഷ്. ഹൈപ്പർ ലിങ്ക് മീൻസ് ഒരു ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മറ്റൊരു പേജ് ഓപ്പൺ ചെയ്യുന്ന ഒന്നിനെയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുക. അതിനുപയോഗിക്കുന്ന ടാഗ് എ ടാഗാണ്. ടാഗ് എ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് HREF ആട്രിബ്യൂട്ട് ഇൻ എ ടാഗ്? എ ടാഗിൻ്റെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് എടുത്ത ചോദ്യമാണ് HREF ആട്രിബ്യൂട്ട്. ഏത് വെബ് പേജ് ആണോ ഓപ്പൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ് ആണോ ഓപ്പൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഇമെയിലാണ് മെയിലിലേക്കാണോ ഇമെയിൽ സെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ് ഏത് സെക്ഷനാണോ ഓപ്പൺ ചെയ്യേണ്ടത്, അത് സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് HREF. It is used to specify name of web page or website or email or section to open when the link is clicked. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടില്ല, എന്നൊരു എക്സാമ്പിൾ പറയണം. HREF is equal to address.html address. ഇവിടെ അഡ്രസ് എന്നാണ് ലിങ്ക് വരിക വെബ് പേജിൽ. ഇതിന്മേൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫയൽ address.html എന്ന് പറയുന്ന ഈ വെബ് പേജ് ഓപ്പൺ ആവും. ഈ സെക്കൻഡ് എക്സാമ്പിളിൽ DHSC വെബ്സൈറ്റ് എന്നാണ് ഡോക്യുമെൻറ്റിന് പ്രസൻറ്റ് ചെയ്യുക. അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ dhsckerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആവും. തേർഡ് വണ്ണിൽ മെയിൽ ടു DHSC എന്നാണ് വെബ് ലിങ്ക് വരിക. പക്ഷേ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെയിൽ ഐ ഡിയിലേക്ക് dhscexam@gmail.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ സെൻഡ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം വർക്ക് വരും. ദെൻ HREF is equal to #top of this page. ഇത് ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറയും ഇതിനെ. ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ അതേ പേജിൻ്റെ തന്നെ വേറൊരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഇൻറ്റേർണൽ ലിങ്ക് വരുമ്പോൾ ഇവിടെ വെബ് പേജിൻ്റെ പേരോ അല്ലെങ്കിൽ പിന്നെ മെയിൽ ID അല്ലെങ്കിൽ വെബ്സൈറ്റ് ഒന്നുമല്ല വരേണ്ടത്. പകരം ആ എങ്ങോട്ടാണോ പോകേണ്ടത് ആ സെക്ഷൻ്റെ പേരാണ്. അപ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻറ്റിൻ്റെ മുകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ ആ മുകൾ ഭാഗത്തേക്ക് നമുക്കൊരു പേര് നേരത്തെ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണാം ഒരു എക്സാമ്പിളായിട്ട്. ഇപ്പോൾ അഡ്രസ്സ് എന്നുള്ള വെബ് പേജ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മറ്റൊരു വെബ് പേജ് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടല്ലോ, ഒരു വെബ് പേജ് വേറെ ഓപ്പൺ ആയി. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ DHSൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അത് മറ്റൊരു ലിങ്കാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ തന്നതാണ്. ദെൻ ടോപ്പ് ഓഫ് ദിസ് പേജ്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകും. കണ്ടോ, അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ലൈനിലേക്ക് ആദ്യത്തെ കണ്ടൻറ്റ് എവിടെയാണ് വരുന്നത് ആ ഭാഗത്തേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അതിന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫസ്റ്റ് ഏരിയയിലേക്ക് ആദ്യത്തെ ഏരിയയിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ ഇതിനകത്തുള്ള കോഡിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A web page can contain links that direct to other web pages or specific part of the same web page. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, വേറൊരു വെബ് പേജിലേക്കോ അല്ലെങ്കിൽ അതേ വെബ് പേജിൻ്റെ വേറൊരു സ്പോട്ടിലേക്കോ മൂവ് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും. ലിങ്ക്സ് ആർ ക്രിയേറ്റഡ് യൂസിങ് എ ടാഗ്. ഇതൊക്കെ കഥയാണ്. ഇപ്പോൾ ചോദ്യം ഇതൊന്നും അല്ല കേട്ടോ. ചോദ്യം ഇതൊന്നുമല്ല. ചോദ്യം വളരെ സിമ്പിളാണ്. ദ ആട്രിബ്യൂട്ട് ഓഫ് എ ടാഗ് വിച്ച് സ്പെസിഫൈ ലിങ്ക് ഡെസ്റ്റിനേഷൻ ഈസ് ഡാഷ്. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ ചോദ്യത്തിൽ അതിൻ്റെ ആൻസർ HREF ആണ്. HREF ഈസ് ദ ആട്രിബ്യൂട്ട് യൂസ്ഡ് ടു സ്പെസിഫൈ ദ link destination. Then explain internal and external hyperlinks. തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു തന്നെയാണ്. External linking means it's a link that takes you to an external website or page. മറ്റൊരു പേജിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ലിങ്കാണ് external linking. Internal linking means it's a link that takes you to another specific part in the same web page. അതേ വെബ് പേജിൽ തന്നെ വേറൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെയാണ് ഇന്റേണൽ ലിങ്ക് എന്ന് പറയുക. നേരത്തെ നമ്മൾ എക്സാമ്പിളിൽ കണ്ടല്ലോ, ടോപ്പ് ഓഫ് ദ പേജ്. അപ്പോൾ അതിൽ ആ ടോപ്പ് ഓഫ് ദ പേജ് ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതേ പേജിൻ്റെ തന്നെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് വന്നു. അത്തരം ലിങ്കിനെയാണ് ഇന്റേണൽ ലിങ്ക് എന്ന് പറയുക. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ്. എക്സ്റ്റേണൽ ലിങ്കിന് എക്സാമ്പിളാണിത്. HREF is equal to address.html address. അത് അഡ്രസ്സ് എന്ന് പറയുന്ന ലിങ്ക് ഉണ്ടാക്കും. address.html എന്ന ഫയൽ ഓപ്പൺ ചെയ്യും. ഇന്റേണൽ ലിങ്കിന് എക്സാമ്പിളാണിത്. HREF is equal to #top of page. ഈ ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ടോപ്പ് ഓഫ് പേജ് എന്നാണ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ടോപ്പ് എന്ന് പറയുന്ന പേരുള്ള സ്ഥലത്തേക്ക് പോകും. ആ ടോപ്പ് എന്ന് പറയുന്ന പേര് ഉണ്ടാക്കാൻ നമ്മൾ അതിന് ടാഗ് ഉപയോഗിക്കണം മുകൾ ഭാഗത്ത്. അതുകൂടെ പരിചയപ്പെടുത്താണ്. നെയിം ഈസ് ഈക്വൽ ടു ടോപ്പ്. ഇങ്ങനെയാണ് ആ നെയിം ഡിഫൈൻ ചെയ്യുക. നമുക്ക് എവിടേക്കാണോ വരേണ്ടത് ആ സ്ഥലത്ത് ഈ ഒരു ടാഗ് കൊടുക്കാൻ വേണ്ടത്. നെയിം ഈസ് ഈക്വൽ ടു ടോപ്പ്. എന്ന് പറഞ്ഞ ടാഗ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ HREF എന്ന ആട്രിബ്യൂട്ട് അല്ല യൂസ് ചെയ്യുന്നത്, നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. ഇങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. അവിടേക്കാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ പോവാം. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോവിങ് ടാഗ് യൂസസ് HREF ആട്രിബ്യൂട്ട്? താഴെ പറയുന്നതിൽ ഏത് ടാഗാണ് HREF ആട്രിബ്യൂട്ട് ഉപയോഗിക്കുക? ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന ആൻസർ തന്നെയാണ്. ആൻസർ നിങ്ങൾ ആലോചിക്കുന്നത് ആൻസർ ഡിസ്പ്ലേ ചെയ്യുക. ടാഗ് ഈസ് A. Then write HTML code to show the page address.html by clicking on the text address.
അഡ്രസ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ address.html എന്ന് പറയുന്ന വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ടാഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിളിലൊക്കെ അത് തന്നെ ഉണ്ടായിരുന്നത്. href is equal to address.html ഇതാണ് ടാഗ്. അതിൽ address.html ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പിന്നെ ഇതാണ് ലിങ്കിൻ്റെ ടെക്സ്റ്റ്. അഡ്രസ് എന്ന് പറയുന്ന ഈ ഒരു വേർഡാണ് ലിങ്കിൻ്റെ ടെക്സ്റ്റ്. ദെൻ കണ്ടെയ്നർ ടാഗ് ആയതുകൊണ്ട് അതിനെ ക്ലോസ് ചെയ്യണം. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൈറ്റ് HTML ടാഗ് ഫോർ ദ ഫോളോവിങ്. ഹൈപ്പർ ലിങ്ക് ടു ദ വെബ്സൈറ്റ് www.dhckerala.gov.in, ഇമെയിൽ ലിങ്ക് ടു dhcexam@gmail.com, എ ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്. ഈ 3 കാര്യങ്ങൾക്കുള്ള ടാഗുകൾ എഴുതണം. എല്ലാം ലിങ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. href is equal to dhckerala.gov.in dhc/a. href is equal to mail to dhcexam@gmail.com, ഇമെയിൽ ടു dhc. നേരത്തെ കണ്ട എക്സാമ്പിൾ തന്നെയാണ്. ഇനി ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് നമ്മൾ നേരത്തെ കാണാത്തതാണ്. അപ്പോൾ ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ലിങ്കിൻ്റെ ടെക്സ്റ്റ് കൊടുത്ത ഈ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ടാഗ് കൊടുക്കണം, ഇമേജ് ഇൻസർട്ട് ചെയ്യാനുള്ള ടാഗ് കൊടുക്കണം. അപ്പോൾ ഈ ഇമേജാണ് ഡിസ്പ്ലേ ചെയ്യുക ബ്രൗസർ വിൻഡോയിൽ. അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിമ ക്ലിക്ക് ചെയ്താൽ ഈ ഫയൽ, ആ ഇമേജിന് ചിത്രത്തിന്മ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഫയൽ ഓപ്പൺ ആവും. അത്തരം ലിങ്കുകളെയാണ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ഇമേജ് ലിങ്ക് എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയും, അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇമേജ് ലിങ്ക്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഫ്രെയിം സെറ്റ് ടാഗ്. ഫ്രെയിം സെറ്റ് ടാഗിനെ പറ്റിയൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് അടുത്ത ചോദ്യം. Frame set tag is used to divide a web window into row or column frames. It has 2 important attributes, rows and columns, used to divide the window into rows or columns respectively. ഒരു വെബ് വിൻഡോനെ 2 ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതേപോലെ 2 ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് ഒരു പേജിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, ഈ ഭാഗത്ത് വേറൊരു പേജിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് 2 കോളങ്ങളാണ്, അതല്ലെങ്കിൽ മുകളിലും താഴെയായിട്ട് 2 റോ ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം. അതിന് ഉപയോഗിക്കുന്ന ടാഗാണ് ഫ്രെയിം സെറ്റ്. ഫ്രെയിം സെറ്റിൻ്റെ സിൻടാക്സ് ഇതാണ്. ഫ്രെയിം സെറ്റ് റോസ് ആണെങ്കിൽ റോസ് ഉപയോഗിക്കുക, ഇവിടെ കോൾസ് ആണെങ്കിൽ കോൾസ് ഉപയോഗിക്കുക. കോളാണ് വേണ്ടെങ്കിൽ കോൾസ് ഉപയോഗിക്കുക, റോ ആണ് വേണ്ടെങ്കിൽ റോസ് ഉപയോഗിക്കുക. 30% 70% പറയുമ്പോൾ ആദ്യത്തെ ഫ്രെയിമിന് 30% സൈസ് ഉണ്ടാവും, രണ്ടാമത്തേന് 70% സൈസ് ഉണ്ടാവും. ഡിവൈഡ്സ് ദി വിൻഡോ ഇൻറ്റു 2 റോ ഫ്രെയിംസ്. ഇത് മുകളിലും താഴത്തായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഇത് കോൾസ് ആണെങ്കിൽ ഇതേപോലെ ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഹാവിങ് എ സൈസ് ഓഫ് 30% and 70% ഓഫ് ദി ടോട്ടൽ ഹൈറ്റ്. ടോട്ടൽ ഹൈറ്റിൻ്റെ 30-70% രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. Which HTML tag is used to partition the browser window? ഇപ്പോൾ പറഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഫ്രെയിം സെറ്റ് ടാഗാണ്. റൈറ്റ് HTML code to partition the browser window into 2 equal vertical partitions and load 2 HTML documents, sample1.html and sample2.html in them. ഓക്കെ, ആൻസർ നോക്കാം. അടുത്ത ആൻസർ ഫ്രെയിം സെറ്റ് ടാഗാണ്. രണ്ടാമത്തത് വെർട്ടിക്കൽ ഫ്രെയിമായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ കോൾസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉപയോഗിക്കണം. ഹൊറിസോണ്ടൽ ഫ്രെയിംസ് ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ, അപ്പോൾ ഈ കാണുന്നതാണ്, അപ്പോൾ ഈ ബ്ലൂവിലും ഗ്രീനിലും കാണുന്ന പോലെയുള്ള പാർട്ടീഷനാണ് വെർട്ടിക്കൽ പാർട്ടീഷൻ. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുക. സ്റ്റാർ മീൻസ് രണ്ടും സൈസ് സെയിം ആണെന്നാണ്. ഇനി അങ്ങനെ സ്റ്റാർ തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ 50% 50% അങ്ങനെയും വേണമെങ്കിൽ സൈസ് കൊടുക്കാം കൊട്ടേഷനുള്ളിൽ. ഓക്കെ, 50% 50% ഇങ്ങനെ സൈസ് കൊടുക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് സ്റ്റാർ. ഫ്രെയിം src is equal to sample1.html. ഫ്രെയിം src is equal to sample2.html വേണ്ടതായിട്ട് അവിടെ തെറ്റിപ്പോയതാണ്. sample2.html എന്നാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ദെൻ ഫ്രെയിം സെറ്റ്. ഇതാണ് 2 ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിലും ഓരോ പേജ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള കമാൻഡ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. റൈറ്റ് HTML കോഡ് ടു ഡിവൈഡ് ദ ബ്രൗസർ വിൻഡോ ഇൻടു 3 കോളംസ്. 3 കോളങ്ങളായിട്ട് HTML വിൻഡോയെ ഡിവൈഡ് ചെയ്യാനുള്ള കമാൻഡാണ് എഴുതേണ്ടത്. അതിൽ ഫസ്റ്റത്തെ കോളത്തിൽ first.html എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം 3 കോളായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാന്നുള്ളത്. അതിൻ്റെ ആൻസർ ഫ്രെയിം സെറ്റ് കോൾസ് ഈസ് ഈക്വൽ ടു സ്റ്റാർ 3 ഈക്വൽ കോളങ്ങളാണ്. സൈസ് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഈക്വലാണ്. ദെൻ അതിൽ ഒന്നാമത്തെ ഫ്രെയിമിൽ വരാൻ വേണ്ടിയിട്ട് ഫ്രെയിം src ഈസ് ഈക്വൽ ടു first.html. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫ്രെയിം ടാഗ്? ലിസ്റ്റ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഫ്രെയിം ടാഗ്. യഥാർത്ഥത്തിൽ ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട ഒരു ടാഗാണ് ഫ്രെയിം ടാഗ്. ഫ്രെയിം ടാഗ് ഒരു empty ടാഗാണ്. ഒരു ഫ്രെയിം സെറ്റ് ടാഗിലൂടെ ഡിവൈഡ് ചെയ്തെടുക്കുന്ന വിൻഡോയിൽ ഒരു ഫ്രെയിമിൽ ഒരു വെബ് പേജ് ലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ഫ്രെയിം ടാഗ്. ഫ്രെയിം ഈസ് യൂസ്ഡ് ടു ലോഡ് എ വെബ് പേജ് ഇൻ ടു എ ഫ്രെയിം. ഇറ്റ് ഹാസ് ദ ഫോളോവിങ് ആട്രിബ്യൂട്ട്സ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ഒന്ന് src ആണ്. ഏത് വെബ് പേജാണ് ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് പറയാനാണ് src എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്ക്രോളിംഗ് ആണ്.
സ്ക്രോളിങ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്രോൾ ബാർ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു സ്ക്രോൾ ബാർ ഓരോ ഫ്രെയിമിലും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതിന് ആ സ്ക്രോൾ ബാറിൻ്റെ അപ്പിയറൻസ് തീരുമാനിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്ക്രോളിങ്. യെസ് എന്ന് കൊടുത്താൽ എന്തായാലും സ്ക്രോൾ ബാർ ഉണ്ടാവും, നോ എന്ന് കൊടുത്താൽ എന്ത് തന്നെ വന്നാലും സ്ക്രോൾ ബാർ വരില്ല. ഓട്ടോ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടൻറ്റ് ബിഗ്ഗർ ആണെങ്കിൽ, അതായത് ആ സ്ക്രീനിൽ ഒതുങ്ങാത്ത കണ്ടൻറ്റ് ആണെങ്കിൽ അപ്പോൾ സ്ക്രോൾ ബാർ വരും, അതില്ല എന്നുണ്ടെങ്കിൽ വരില്ല. അതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ ഓട്ടോ. നോ റിസൈസ്. സാധാരണ ഒരു ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ, ഇത് ഫ്രെയിം അല്ല കേട്ടോ, എന്നാലും ഞാൻ കാണിക്കാൻ. ഇപ്പോൾ ഇതാണ് ഫ്രെയിമിൻ്റെ ബോർഡർ എങ്കിൽ ഇവിടെ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ നമുക്ക് ഈ നോ റിസൈസ് കൊടുത്താൽ പിന്നെ അതുപോലെ നമുക്ക് അതിന് സൈസ് വ്യൂ ചെയ്യുന്ന സമയത്ത് മാറ്റാൻ പറ്റില്ല. മാർജിൻ ഹൈറ്റും മാർജിൻ വിഡ്ത്തും രണ്ട് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മാർജിൻസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ടോപ്പ് ലെഫ്റ്റ് മാർജിൻസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാർജിൻ വിഡ്ത്തും അതുപോലെ മാർജിൻ ഹൈറ്റും. നെയിം, ഒരു ഫ്രെയിമിന് ഒരു പേര് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് നെയിം ആട്രിബ്യൂട്ട്. ഇവിടെ ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണ് ലിസ്റ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ പർപ്പസ് ശരിക്കും ആവശ്യമില്ല. SRC, സ്ക്രോളിങ്, നോ റിസൈസ്, മാർജിൻ വിഡ്ത്ത്, മാർജിൻ ഹൈറ്റ്, ഇവിടെ ഒരു ടീം കൂടി ഉണ്ട്, മാർജിൻ ഹൈറ്റ്, ദെൻ നെയിം, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് സ്റ്റാർട്ട് ആൻഡ് ടൈപ്പ് ആട്രിബ്യൂട്ട് ഇൻ എൻ ഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ ഫ്രെയിമിൻ്റെ കഴിഞ്ഞ് നമ്മൾ ഇനി ലിസ്റ്റിലേക്കാണ് കിടക്കുന്നത്. ലിസ്റ്റിൽ സ്റ്റാർട്ടിൻ്റെയും ടൈപ്പിൻ്റെയും ആവശ്യം എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് ഡിറ്റർമിൻസ് ദ നമ്പർ ടു ബി യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ് ആൻഡ് ടൈപ്പ് ആട്രിബ്യൂട്ട് ഡിറ്റർമിൻസ് ദ ടൈപ്പ് ഓഫ് നമ്പറിംഗ്. ഏത് തരം നമ്പറിംഗ് ആണ് വേണ്ടത് തീരുമാനിക്കാൻ ടൈപ്പ് ഉപയോഗിക്കാം. 1 കൊടുത്താൽ 1, 2, 3, സ്മോൾ ലെറ്റർ എ കൊടുത്താൽ ABCD സ്മോൾ ലെറ്ററിൽ, ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്താൽ ABCD ക്യാപിറ്റൽ ലെറ്ററിൽ, ABCD ക്യാപിറ്റൽ ലെറ്ററിൽ, ഐ കൊടുത്താൽ സ്മോൾ ലെറ്ററിൽ, റോമൻ സ്മോൾ ലെറ്റർ 1, 2, 3, ഐ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ 1, 2, 3 അങ്ങനെ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓയിൽ ടൈപ്പ് ഈസ് ഈക്വൽ ടു 1, സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു 1001, LI റൈസ്, LI ഷുഗർ, LI വീറ്റ്, ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും. 1001 റൈസ്, 1002 ഷുഗർ, 1003 വീറ്റ്. ഈ രൂപത്തിലാണ് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഐറ്റത്തിന് എന്ത് നമ്പറാണ് വേണ്ടത് അതാണ് സ്റ്റാർട്ട്. ഓക്കെ, ഏത് തരം നമ്പറാണ് വേണ്ടത് അതാണ് ടൈപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റൈറ്റ് HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോവിങ് യൂസിങ് ലിസ്റ്റ് ടാഗ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേറെ തരം ലിസ്റ്റ് തന്നെയാണ്, ഇത് ഓൾറെഡി ലിസ്റ്റ് തന്നെയാണ്, ഇതിൻ്റെ നമ്പർ റോമൻ സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഈ രീതിയിൽ ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓയിൽ ടൈപ്പ് ഈസ് ഈക്വൽ ടു കണ്ടല്ലോ സ്മോൾ ലെറ്റർ I, അത് കൊടുക്കുക. ദെൻ അതിൽ ഐറ്റംസ് പറയാനായിട്ട് LI ബയോളജി സയൻസ്, LI കൊമേഴ്സ്, അടുത്ത LI ഹ്യൂമാനിറ്റീസ്. ഇനിയും ഐറ്റംസ് ഉണ്ടെങ്കിൽ LI വെച്ച് ആഡ് ചെയ്താൽ മതി. ഈ നമ്പറൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ സിസ്റ്റം ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റിൽ സിസ്റ്റമാണ് നമ്പറുകൾ കൊടുക്കുന്നത്, നമ്മളല്ല. ദെൻ റൈറ്റ് HTML ടാഗ് ടു ഗെറ്റ് ദ ഫോളോവിങ് ഔട്ട്പുട്ട്. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു നെസ്റ്റഡ് ലിസ്റ്റാണ്. അതായത് ഇതിനകത്ത് യഥാർത്ഥത്തിൽ 3 ലിസ്റ്റ് ഉണ്ട്. ഒന്ന് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഒരു നമ്പേർഡ് ലിസ്റ്റും, പിന്നെ കീബോർഡ് മൗസ് എന്ന് പറയുന്ന ഒരു അൺനമ്പേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റും, പിന്നെ മോണിറ്റർ പ്രിൻ്റർ എന്ന് പറയുന്ന വേറൊരു അൺഓർഡേർഡ് ലിസ്റ്റും. ഒരു നെസ്റ്റഡ് ലിസ്റ്റിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് ഇവിടെ ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർഡേർഡ് നമ്പർ ലിസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ടൈപ്പ് ഈസ് ഈക്വൽ ടു 1, എന്നിട്ട് അതിലെ ഫസ്റ്റ് ഐറ്റം LI ഇൻപുട്ട് ഡിവൈസസ്. ആ ഇൻപുട്ട് ഡിവൈസ് കഴിഞ്ഞിട്ട് നേരെ സെക്കൻഡ് ഐറ്റം അല്ല കൊടുക്കുന്നത്. സെക്കൻഡ് ഐറ്റം പിന്നെ 2 ഐറ്റംസും കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മുന്നേ കീബോർഡും മൗസും വരാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ അതിനുള്ള ടാഗുകൾ കൊടുക്കുക. ഈ ടാഗുകൾ ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ ടാഗുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ടാക്കുള്ളൂ. ബാക്കിയൊന്നും ഇപ്പോൾ മൈൻഡിലേക്ക് വരണ്ട. ഈ കീബോർഡ് മൗസ് എന്ന് പറയുന്ന ഈ ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക അത് മാത്രം മൈൻഡിൽ ഉണ്ടായാൽ മതി. UL ടൈപ്പ് ഈസ് ഈക്വൽ ടു ഡിസ്ക് LI കീബോർഡ് LI മൗസ് /UL. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇതിനെ നെസ്റ്റഡ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ വേറൊരു ലിസ്റ്റ് കൊണ്ടുവരാണ്. ദെൻ ആ ലിസ്റ്റ് ഇവിടെ രണ്ടാമത്തെ ഉള്ളിലുള്ള ലിസ്റ്റിന് നെസ്റ്റഡ് ലിസ്റ്റിന് നമ്മളിവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത മെയിൻ ലിസ്റ്റിലെ രണ്ടാമത്തെ ഐറ്റം ഇൻപുട്ട് ഡിവൈസ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഐറ്റം ഔട്ട്പുട്ട് ഡിവൈസ് ഇനി കോഡ് ചെയ്യാൻ പോവാണ്. LI ഔട്ട്പുട്ട് ഡിവൈസസ്. ആ ഔട്ട്പുട്ട് ഡിവൈസസ് കഴിഞ്ഞ് അതിനുള്ളിൽ വീണ്ടും അതിൻ്റെ താഴത്ത് വീണ്ടും മോണിറ്റർ പ്രിൻ്റർ എന്ന് പറഞ്ഞിട്ട് അൺഓർഡേർഡ് ലിസ്റ്റ് വേണം. അപ്പോൾ വീണ്ടും UL ടൈപ്പ് ഈസ് ഈക്വൽ ടു ഡിസ്ക് LI മോണിറ്റർ LI പ്രിൻ്റർ /UL. ഏറ്റവും അവസാനം മെയിൻ ലിസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന ഓർഡേർഡ് ലിസ്റ്റാണ്. അതിൻ്റെ ഉള്ളിലുള്ള നെസ്റ്റ് ചെയ്തിരിക്കുന്ന ലിസ്റ്റുകളാണ് 2 അൺഓർഡേർഡ് ലിസ്റ്റുകൾ. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിരുന്നൊരു ചോദ്യമാണ് ഇവിടെ കണ്ടത്. അടുത്തത് ഈച്ച് ടേം ഇൻ എ ഡെഫിനിഷൻ ലിസ്റ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് ഡാഷ് ടാഗ്. നമ്മൾ മനസ്സിലാക്കേണ്ട HTML ദർ ആർ 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ്. 3 തരം ലിസ്റ്റുകളാണ് HTML ഉള്ളത്. അപ്പോൾ കണ്ടന്റ് ഇവിടെ കൂടെ പറയാനുള്ളത് ദർ ആർ 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ്. 3 തരം ലിസ്റ്റുകളാണ് HTML ഉള്ളത്. ആ 3 തരം ലിസ്റ്റുകളിൽ ഒന്നാമത്തതിനെ പറയുന്ന പേരാണ് ഓർഡേർഡ് ലിസ്റ്റ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് OL.
രണ്ടാമത്തേന് പറയുന്ന പേരാണ് അൺഓർഡേഡ് ലിസ്റ്റ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് UL. ഇത് രണ്ടിൻ്റെ എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇതിനുള്ളിലുള്ള ഐറ്റംസ് പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ LI എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കും, ലിസ്റ്റിൽ ഐറ്റംസ്. മൂന്നാമത്തെ ടാഗാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റിന് ഉപയോഗിക്കുന്ന ടാഗ് DL ആണ്. അതൊരു വെറൈറ്റി ടൈപ്പിലുള്ള ലിസ്റ്റാണ്. ഇവിടെ ഒരു ടേമും അതിൻ്റെ ഒരു ഡെഫിനിഷനും ഉണ്ടാവുക. ആ ടേം കൊടുക്കാൻ DT എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കാം. അതുപോലെ അതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് DD എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കാം. ഇത്തരത്തിലൊരു ലിസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ അതിലെ ടേം ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് DTയും അതിനുള്ള കണ്ടൻറ്റ് ആ ടേമിൻ്റെ ഡെഫിനിഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് DDയും ആണ്. ഒരു DT, ഒരു DD, പിന്നെ വീണ്ടും ഒരു DT, DD. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. ഈച്ച് ടേം ഇൻ എ ഡെഫിനിഷൻ ലിസ്റ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് ഡാഷ് ടാഗ്. അപ്പോൾ ആൻസർ ഇപ്പോൾ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവും. ആൻസർ ഈസ് DT. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലിസ്റ്റ് എനി 4 പോസിബിൾ വാല്യൂസ് ഓഫ് ടൈപ്പ് ആട്രിബ്യൂട്ട് ഓഫ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗ് ഫോംസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ്. നമുക്ക് ആവശ്യമായ കൺട്രോളുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ഇൻപുട്ട് ടാഗ്. അതിൻ്റെ ഏതൊക്കെ തരം കൺട്രോൾസാണോ വേണ്ടത് അത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. അതിന് പല വാല്യൂസ് ഉണ്ട്. അതിൻ്റെ വാല്യൂസ് ഒന്ന് ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് ക്രിയേറ്റ്സ് എ ടെക്സ്റ്റ് ബോക്സ്. ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4 പോസിബിൾ വാല്യൂസാണ്. രണ്ടാമത്തത് പാസ്വേഡാണ്. പാസ്വേഡ് ആകുമ്പോൾ ഒരു പാസ്വേഡ് ബോക്സ് ഉണ്ടാക്കും. അതിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് യൂസർക്ക് കാണാൻ കഴിയില്ല. പകരം ഒരു സ്റ്റാർ സിമ്പലോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഡോട്ട് മാർക്കോ വരും. ദെൻ ചെക്ക് ബോക്സ് ക്രിയേറ്റ്സ് എ ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ടിക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ബോക്സാണ് വരിക. പിന്നെ റേഡിയോ ബട്ടൺ ആണ്. റേഡിയോ ബട്ടൺ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 2-3 ബട്ടൺസ് ഉണ്ടെങ്കിൽ ഒരെണ്ണമാണ് യൂസർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമതൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തത് ഓട്ടോമാറ്റിക്കായിട്ട് ഡീസെലക്ട് ആവും. അപ്പോൾ അതുകൊണ്ട് 4 ചോദിച്ചുകൊണ്ട് 4 വാല്യൂസ്. ഈ 4 അല്ല, ഇനിയും വാല്യൂസ് ഉണ്ട്. മറ്റു വാല്യൂസ് നമുക്ക് ഇപ്പോൾ തന്നെ പരിചയപ്പെടാം. ടൈപ്പ് ആട്രിബ്യൂട്ടിന് ഇനി കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് റീസെറ്റ്. അത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബട്ടനാണ്. ഒരു യൂസർ ഒരു ഫോമിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കണ്ടന്റ് ഉണ്ടോ അത് മുഴുവൻ എറേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടനാണ് റീസെറ്റ് ബട്ടൺ. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഫോമിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റ മുഴുവൻ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതും സെർവറിൽ ഒരു പ്രോഗ്രാം പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നതും. അപ്പോൾ നമ്മൾ ഇമെയിലിലൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ സബ്മിറ്റ് ബട്ടൺ എക്സാമ്പിളാണ്. പിന്നെ ബട്ടൺ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ബട്ടൺ. ഇപ്പോൾ ഞാൻ ഈ വെബ് പേജിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ മുകളിൽ കാണുന്ന ഇതൊക്കെ ഓർഡിനറി ബട്ടൺസാണ്. അതിനൊക്കെ ഞാനൊരു ആക്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ദേ ആർ ഓർഡിനറി ബട്ടൺസ്. സാധാരണ ബട്ടൺസാണ്. ഈ ബട്ടൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടുള്ള സാധാരണ ബട്ടൺസാണ്. ദേ ക്യാൻ ബി പ്രോഗ്രാംഡ്. അതിന് നമ്മുടെ ആവശ്യാനുസരണം പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ആൻസർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആൻസർ വരാനും അതുപോലെ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാനും ഉള്ള, അതുപോലെ നോട്ട്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിനുള്ള ഈ പോപ്പ് ചെയ്ത് വരാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പ്രോഗ്രാം ചെയ്തതാണ്. അതുപോലെ പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ബട്ടൺസ് ഉണ്ട്. അതിനെയാണ് ബട്ടൺ എന്ന് പറയുന്നത്. ഇത്രയും കൺട്രോൾസ് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് പഠിക്കാനുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെ വേറെയും കൺട്രോൾസ് ഇഷ്ടം പോലെ ഇൻപുട്ട് ടാഗിനുണ്ട്. അപ്പോൾ 4 ഈ ക്വസ്റ്റ്യനിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു 3 കൂടി പരിചയപ്പെടുത്തി. റീസെറ്റ്, സബ്മിറ്റ്, ബട്ടൺ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. റൈറ്റ് ദ ടാഗ് യൂസർ ടു ഗ്രൂപ്പ് റിലേറ്റഡ് ഡാറ്റ ഇൻ ആൻ HTML ഫോം. ഒരു ഫോമിൽ തന്നെ കുറേ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഉണ്ടാവും റിലേറ്റഡ് ആയിട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പേരും അഡ്രസ്സും അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ മാർക്ക് തുടങ്ങിയ അക്കാഡമിക് ഡീറ്റെയിൽസ്, അതുപോലെ പിന്നെ വേറെ സ്പോർട്സ് ഇതിലൊക്കെയുള്ള ആക്ടിവിറ്റീസിലൊക്കെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഗ്രൂപ്പ്. അതിനു വേണ്ടി നമുക്കൊരു സറൗണ്ട് ചെയ്തൊരു ഗ്രൂപ്പൊക്കെ ആക്കാം. ഒരു ബോക്സൊക്കെ വരച്ചൊരു ഗ്രൂപ്പ് ചെയ്യാം. ആ ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ഫീൽഡ് സെറ്റ്. ഈ ഫീൽഡ് സെറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലെജൻഡ്. ലെജൻഡ് എന്ന് പറയുമ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് നിങ്ങൾ വരയ്ക്കും. ഒരു റെക്റ്റാങ്കുലർ ബോക്സ് വരച്ചിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫീൽഡുകളെ കൊണ്ടുവരും. അതിന് മുകളിലൊരു ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ലെജൻഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ഫോമിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫോമിൽ ഈ സർക്കുലർ ബോക്സ് ഇട്ടിരിക്കുന്നുണ്ടല്ലോ, ഈ ബോക്സ് ഇങ്ങനെ വരും. അതിനാണ് ഫീൽഡ് സെറ്റ് എന്ന സാധനം ഉപയോഗിക്കുന്നത്. അതിൽ ഇവിടെ ഇങ്ങനെ യൂസർ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ഈ പ്ലേസിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ലെജൻഡ് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കുക. റൈറ്റ് HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോവിങ് വെബ് പേജ്. ഈ വെബ് പേജ് ഉണ്ടാക്കാനുള്ള ഒരു HTML കോഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ നോക്കാം. നമ്മൾ മുഴുവൻ HTML കോഡ് എഴുതാനല്ല, ഈ ഒരു ഫോം ഉണ്ടാക്കാനുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. ഫോം മെത്തേഡ് ഈസ് ഈക്വൽ ടു പോസ്റ്റ്, ആക്ഷൻ ഈസ് ഈക്വൽ ടു പ്രോസസ്. ഇത് രണ്ടും ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് എഴുതിയില്ലെങ്കിലും പരീക്ഷയ്ക്ക് കുഴപ്പമില്ല. ഫോം എന്നുള്ള ടാഗ് മാത്രം ഉപയോഗിച്ചാലും മതി. ദെൻ ഫീൽഡ് സെറ്റ്. ഈ ഫീൽഡുകളെ ഗ്രൂപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ് അതിനൊരു സറൗണ്ട് ചെയ്തൊരു ബോക്സിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫീൽഡ് സെറ്റ് എന്നുള്ള ടാഗ് ഉപയോഗിച്ച് ഒരു കണ്ടെയ്നർ ടാഗാണ് ഏറ്റവും അവസാനം നമ്മളത് /ഫീൽഡ് സെറ്റ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസർ നെയിം എന്ന് പറയുന്ന ഈ ഒരു ക്യാപ്ഷൻ വരാനായിട്ട് നമ്മുടെ യൂസർ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ആണ് വേണ്ടത്. അതിന് ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ചു. ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ BR ടാഗ് ഉപയോഗിച്ചത് അടുത്ത വരിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്.
അടുത്ത വരിൽ നമുക്ക് വേണ്ടത് പാസ്വേഡിന് വേണ്ടിയിട്ടുള്ള ഒരു പാസ്വേഡ് ബോക്സും ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ്. കുറച്ച് 2-3 ക്വസ്റ്റ്യൻ മുമ്പുള്ള എക്സാമ്പിളിൽ ഇൻപുട്ട് ടാഗിൻ്റെ വിവിധ വാല്യൂസ് നമ്മൾ കണ്ടിരുന്നു. അന്നേരം ടൈപ്പും ടെക്സ്റ്റും പാസ്വേഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വീണ്ടും BR കൊടുത്ത അടുത്ത വരിലേക്ക് വരാൻ വേണ്ടിയിട്ട് അടുത്ത വരിൽ 2 ബട്ടൺസ് ആണ് നമുക്ക് ആവശ്യം. ഒന്ന് സബ്മിറ്റ് ബട്ടനാണ്, രണ്ടാമത്തെ റീസെറ്റ് ബട്ടനാണ്. സബ്മിറ്റ് ബട്ടൺ ഉണ്ടാക്കിയതെങ്കിലും നോക്കും. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരേ ടാഗാണ്. അതിൻ്റെ വാല്യൂല് മാത്രമേ മാറ്റുള്ളൂ. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. പിന്നെ ആ സബ്മിറ്റ് ബട്ടൻ്റെ മുകളിൽ ഒരു മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് വാല്യൂ ഈസ് ഈക്വൽ ടു സബ്മിറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ സബ്മിറ്റ് എന്നാവില്ല, ചിലപ്പോൾ ഇവിടെ ആഡ് എന്നാവും, അല്ലെങ്കിൽ ലോഗിൻ എന്നാവും. അങ്ങനെ വരുമ്പോൾ ഈ രണ്ടാമത്തത് വാല്യൂ ഈസ് ഈക്വൽ ടു സബ്മിറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് വാല്യൂ ഈസ് ഈക്വൽ ടു ലോഗിൻ എന്നോ വാല്യൂ ഈസ് ഈക്വൽ ടു ആഡ് എന്നോ വാല്യൂ ഈസ് ഈക്വൽ ടു സേവ് എന്നോ എന്താണ് പരീക്ഷയ്ക്ക് വരുന്നത് അത് വെച്ച് ചെയ്യണം. ഇവിടെ സബ്മിറ്റ് ചെയ്തതിനായതുകൊണ്ട് ഞാൻ സബ്മിറ്റ് തന്നെ കൊടുത്തതാണ്. ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സബ്മിറ്റ് തന്നെ ആണെങ്കിൽ സബ്മിറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് വരും. ദെൻ %NBSP ഇത് നോൺ ബ്രേക്കിംഗ് സ്പേസ് ആണ്. നമ്മളിതിന് മുമ്പത്തെ ചാപ്റ്ററിൽ ഈ ചോദ്യങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട്, കുറച്ചൊരു സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല അത് 2 ലൈനിലേക്കായിട്ട് മുറിഞ്ഞു പോകാതിരിക്കാൻ കൂടെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2 ബട്ടൺസും കൂടി ഒറ്റ വരി തന്നെ വരാനും കൂടി ഉണ്ടല്ലോ. അതാണ് നോൺ ബ്രേക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത്. നോൺ ബ്രേക്കിംഗ് ആണ്. ഇത് രണ്ടും കൂടി ബ്രേക്ക് ചെയ്യാൻ പാടില്ല, 2 ലൈനിലേക്ക് വരരുത്. അതും കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ %NBSP ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സ്പേസ് കൊടുത്താൽ ചിലപ്പം അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്, 2 വരിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ കൂടിയാണ്. ദെൻ ഇൻപുട്ട് ടൈപ്പ് ഈസ് റീസെറ്റ്. അടുത്ത റീസെറ്റ് ബട്ടനാണ്. ഫോമിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് ടൈപ്പ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡുകളൊക്കെ എറേസ് ചെയ്ത് പോകും. വാല്യൂസ് റീസെറ്റ് കൊടുക്കാൻ കാരണം ഈ ബട്ടൻ്റെ മുകളിൽ റീസെറ്റ് എന്ന് പറയുന്ന മെസ്സേജ് വരാനാണ്. അതിന് പകരം ക്ലിയർ എന്നാണെങ്കിൽ വാല്യൂസ് ക്ലിയർ എന്ന് കൊടുക്കണം. ഫീൽഡ് സെറ്റ് ടാഗ് ക്ലോസ് ചെയ്യാം, ഫോമിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോം ഉണ്ടാക്കുന്ന സിമ്പിൾ ഫോമുകളുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറ്. Then explain the use of text area with an example. Write any 3 attributes of text area. Text area എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. ഒരു സ്പെഷ്യൽ കൺട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ഈ ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ ഇസ് എ കണ്ടെയ്നർ ടാഗ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ മൾട്ടി ലൈൻ ടെക്സ്റ്റ് ബോക്സ്. സാധാരണ ഇൻപുട്ടിൽ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാക്കുമ്പോൾ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ബോക്സ് ഒറ്റ വരി ഇൻപുട്ട് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്നിൽ കൂടുതൽ വരി ഇൻപുട്ട് ചെയ്യേണ്ട ചില ഇൻപുട്ടുകളുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ അഡ്രസ്സ് ഇൻപുട്ട് ചെയ്യുമ്പോൾ 2, 3, 4, 5 വരികളുണ്ട്. അതിന് വരും. ഒരു കമൻറ്റ് നമ്മൾ കൊടുക്കേണ്ട ഒരു കേസുള്ള ഒരു വെബ്സൈറ്റിൽ ഒരു കമൻറ്റ് എൻ്റർ ചെയ്യാനുള്ളതാണെങ്കിൽ അതിനകത്ത് ഒന്നിക്കുള്ള വരികളുണ്ടാവും. ഫീഡ്ബാക്സിനകത്ത് ഒന്നിക്കുള്ള വരികളുണ്ടാവും. അങ്ങനെയുള്ള ഇൻപുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനുള്ള കൺട്രോൾ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ് ടെക്സ്റ്റ് ഏരിയ. അതിൻ്റെ കോഡ് ഉപയോഗിക്കുന്ന 2 പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ്. ഒന്ന് റോസ്, രണ്ടാമത്തത് കോൾസ്. റോസ് ആൻഡ് കോൾസ്. ഓക്കെ, ഏതെങ്കിലും 3 ആട്രിബ്യൂട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റോസ് എന്ന് പറഞ്ഞാൽ എത്ര വരികളാണ് ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത്, താഴെ എത്ര വരി നിങ്ങൾക്ക് കാണണം. കോൾസ് എന്ന് പറയുമ്പോൾ ഒരു വരിയിൽ എത്ര അക്ഷരങ്ങൾ വരെ കാണണം എന്നുള്ളതാണ് റോസും കോൾസും. പിന്നെ നെയിം എന്ന് പറയുന്നത് നമുക്കിതിനൊരു പേര് കൊടുക്കാം. ഈ ടെക്സ്റ്റ് ഏരിയക്ക് ഒരു പേര്, പ്രോഗ്രാമിംഗ് പർപ്പസിന് വേണ്ടി ഒരു പേര് കൊടുക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് നെയിം ആട്രിബ്യൂട്ട്. ഇത് 3 തന്നെയാണ് നമുക്ക് പഠിക്കാനും ഉള്ളൂ. ആ 3 തന്നെ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആട്രിബ്യൂട്ട്സ് റോസ്, കോൾസ്, നെയിം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഗിവ് ദ ടാഗ് ആട്രിബ്യൂട്ട് ആൻഡ് വാല്യൂ കോമ്പിനേഷൻ ടു ഡിസ്പ്ലേ ദ ഫോളോവിങ്. താഴെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾക്കുള്ള ടാഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ബോക്സ് ടു എൻ്റർ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ്. പിന്നെ എ ബോക്സ് ടു എൻ്റർ മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഇൻ 3 റോസ്. 3 വരികളിൽ മൾട്ടി ലൈൻ ടെക്സ്റ്റ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളൂ, അത് തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഒന്നാമത്തേന് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ്. രണ്ടാമത്തത് കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പം ടെക്സ്റ്റ് ഏരിയ റോസ് ഈസ് ഈക്വൽ ടു 3. ഇവിടെ 3 കൊടുക്കാൻ കാരണം എന്താ? 3 വരിയുള്ള പിന്നെ മൾട്ടിലൈൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കോൾസ് ഈസ് ഈക്വൽ ടു 30 ദെൻ /ടെക്സ്റ്റ് ഏരിയ. 3 വരിയാണ് നമുക്ക് ഇതിനകത്ത് കാണാം. 3 വരി ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നല്ല അതിൻ്റെ അർത്ഥം. 3 വരിയാണ് ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയുക. അതിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ബാർ വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ 3 വരിയിൽ ഒതുക്കുക എന്നുള്ള അർത്ഥം അതിനില്ല. ദെൻ അടുത്തത് റൈറ്റ് ദ HTML കോഡ് ടു ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ്, അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയും. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി HTML ഉപയോഗിക്കുന്ന ടാഗാണ് സെലക്ട് ടാഗ്. സെലക്ട് സൈസ് ഈസ് ഈക്വൽ ടു 1. എന്നിട്ട് അതിൻ്റെ താഴെ തന്നെ വേണമെന്നില്ല, നേരെ ആയാലും കുഴപ്പമില്ല. താഴത്തെ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക സയൻസ്, രണ്ടാമത്തെ ഓപ്ഷൻ കൊമേഴ്സ്, മൂന്നാമത്തെ ഓപ്ഷൻ ഹ്യൂമാനിറ്റീസ്, ദെൻ /select. ഇവിടെ ഞാനത് താഴത്തേക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യാൻ വിട്ടുപോയതാണ്. താഴത്തേക്ക് ആക്കിയില്ല വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി അതിൻ്റെ വർക്കിംഗ് എങ്ങനെ നോക്കാം. ഇതേപോലത്തെ ഇതാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഇതിൽ നമുക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറ്റും. കണ്ടല്ലോ, പരീക്ഷയ്ക്ക് ഇതൊന്നും വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അതിൻ്റെ ഒരു വർക്കിംഗ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചതാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ടാഗുകൾ ഉപയോഗിക്കുമ്പോൾ HTML ഫോമിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ അതിൽ ഏതാ വേണ്ടത് തിരഞ്ഞെടുക്കാം. അതിൽ 3 ഓപ്ഷൻ വരാനുള്ള കാരണം ഇവിടെ നമ്മൾ 3 ഓപ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഓപ്ഷൻ സയൻസ്, ഓപ്ഷൻ കൊമേഴ്സ്, ഓപ്ഷൻ ഹ്യൂമാനിറ്റീസ്. ഈ 4ാമതൊരു ഓപ്ഷൻ നമ്മൾ ഓപ്ഷൻ VHS ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് വരും.
ഇനി ഡിസ്ക്രൈബ് ദ യൂസ് ഓഫ് ആക്ഷൻ ആൻഡ് മെത്തേഡ് ആട്രിബ്യൂട്ട് ഓഫ് ഫോം ടാഗ്. നേരത്തെ ഫോമിൻ്റെ ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് തൽക്കാലം നിങ്ങൾ അതിനെപ്പറ്റി ഇവിടെ മൈൻഡ് ചെയ്യേണ്ടതാണ്. രണ്ട് ആട്രിബ്യൂട്ടുകൾ, ആക്ഷനും മെത്തേഡും. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ദ ആക്ഷൻ ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ നെയിം ഓഫ് എ സെർവർ സൈഡ് പ്രോഗ്രാം വിച്ച് എക്സിക്യൂട്ട്സ് വെൻ ഡാറ്റ ഈസ് സബ്മിറ്റഡ് ഫ്രം ദ ഫോം. ഈ ഡാറ്റ ഫോമിൽ നിന്ന് സബ്മിറ്റ് ചെയ്താൽ സെർവറിൽ ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ ഒരു പ്രോഗ്രാം വേണം. ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ആക്ഷൻ ആട്രിബ്യൂട്ടിൽ കൊടുക്കേണ്ടത്. മെത്തേഡ് ആട്രിബ്യൂട്ട് ഡിറ്റർമിൻസ് ദ വേ ഇൻ വിച്ച് ഡാറ്റ ഈസ് സെൻഡിങ് ടു ദ സെർവർ. രണ്ട് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുക. ഒന്ന് ഗെറ്റ് മെത്തേഡ്, രണ്ടാമത്തത് പോസ്റ്റ് മെത്തേഡ്. രണ്ട് മെത്തേഡിൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെത്തേഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് കൊടുക്കേണ്ടുന്ന വാല്യൂസ് ഈ ബോൾഡ് ചെയ്തിരിക്കുന്ന വാല്യൂസ് ആണ്. ഒന്നുകിൽ ഗെറ്റ് അല്ലെങ്കിൽ പോസ്റ്റ്. അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഒന്നൊരു പ്രശ്നമല്ല, ഏത് വേണമെങ്കിൽ കൊടുക്കാം. ആക്ഷൻ ആട്രിബ്യൂട്ടിന് കൊടുക്കേണ്ടത് പ്രോഗ്രാമിൻ്റെ പേരാണ്. Then, what are the two methods of sending information from a form to a web server? How do these two methods differ? ഇതേ ചോദ്യം തന്നെ വേറെ രീതിയിൽ. ഏതൊക്കെയാണ് രണ്ട് മെത്തേഡ്സ്? ആ മെത്തേഡ്സ് ഇപ്പോൾ പറയാമല്ലോ. ഒന്ന് ഗെറ്റ്, രണ്ട് പോസ്റ്റ്. There are two methods of sending data from a form to a web server, get and post. അത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഗെറ്റ് മെത്തേഡ് ആകുമ്പോൾ ഡാറ്റ ഈസ് സെൻഡ് അറ്റാച്ച്ഡ് ടു ദ URL. ഇതാണ് URL എന്ന് പറഞ്ഞ സാധനം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ സംഭവമാണ് URL. ഇതിനകത്ത് ഈ ഡാറ്റ സെൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏത് കോമ്പിനേഷനാണ് ഈ ടോപ്പിക്കിൽ നിന്ന് എത്രാമത്തെ ചാപ്റ്ററാണ് എന്നുള്ളതൊക്കെ വിവരങ്ങൾ നമ്മൾ സെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വാല്യൂ സെൻഡ് ചെയ്തിരിക്കുക. അതിനാണ് ഗെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പോസ്റ്റ് മെത്തേഡ് ആകുമ്പോൾ ഡാറ്റ ഈസ് സെൻഡ് സെപ്പറേറ്റ്ലി. ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പോസ്റ്റ് മെത്തേഡിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ദെൻ ഗെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ മെത്തേഡാണ്. ഈ ഒരു URLൻ്റെ ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും കാണാം എന്താണ് ഡാറ്റ സെൻഡ് ചെയ്തതെന്ന്. ദെൻ ഇവിടെ പോസ്റ്റ് മെത്തേഡിലാണെങ്കിൽ ദ മെത്തേഡ് ഈസ് ഹിഡൻ ആൻഡ് സെക്യൂർഡ്. മൂന്നാമത്തത് ഈ പോസ്റ്റ് ഗെറ്റ് മെത്തേഡിൽ നമുക്ക് അയക്കാൻ പറ്റുന്ന ഡാറ്റൻ്റെ അളവിന് ഒരു പരിധിയുണ്ട്. എമൗണ്ട് ഓഫ് ഡാറ്റ ദറ്റ് ക്യാൻ ബി സെൻഡ് ഈസ് ലിമിറ്റഡ്. എന്നാൽ എമൗണ്ട് ഓഫ് ഡാറ്റ ദറ്റ് ക്യാൻ ബി സെൻഡ് ഈസ് അൺലിമിറ്റഡ് ഇൻ ദ കേസ് ഓഫ് പോസ്റ്റ് മെത്തേഡ്. പോസ്റ്റ് മെത്തേഡും ഗെറ്റ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം രണ്ട് രീതിയിലും പരീക്ഷ പലപ്പോഴും ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികളാണെങ്കിൽ PHP എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഈ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണെങ്കിലും ഉത്തരം നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 3 ഡിഫറൻസാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ഡാറ്റ URLൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നു, മറ്റേതിൽ ഡാറ്റ സെപ്പറേറ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്നു. ഒന്ന് ഓപ്പൺ മെത്തേഡ് ആണെങ്കിൽ മറ്റേത് ഹിഡൻ മെത്തേഡാണ്. ഇതിനൊന്നിൽ ഡാറ്റ അയക്കുന്ന ഡാറ്റയ്ക്ക് പരിധി ഉണ്ടെങ്കിൽ രണ്ടാമത്തത് അൺലിമിറ്റഡ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. റൈറ്റ് ദ നെയിം ഓഫ് ദ ടാഗ് യൂസർ ടു ക്രിയേറ്റ് എ ടാബിൾ ഇൻ HTML. ടാബിൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നുള്ളതാണ് അടുത്തത്. ടേബിളിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ ലിങ്കുകൾ കണ്ടു, പിന്നെ ഫ്രെയിം കണ്ടു, അതേപോലെ ഫോം കണ്ടു, ലിസ്റ്റ് കണ്ടു. ഇനി ടേബിളിലേക്കാണ് വരുന്നത്. ടേബിൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ടേബിൾ ടാഗാണ്. ഓക്കെ, ഇത് ഈ ചോദ്യത്തിന് ഇപ്പോൾ ഇത്ര മാത്രമേ ഉത്തരം എഴുതേണ്ട ആവശ്യമുള്ളൂ. ടേബിൾ മാത്രമേ ഉത്തരം എഴുതേണ്ട ആവശ്യമുള്ളൂ. ഈ ചെറുതാക്കി കാണിച്ചിരിക്കുന്നത് വേറെ. അതർ ടാഗ്സ് നെസസറി ഫോർ ക്രിയേറ്റിംഗ് എ ടേബിൾ. ടേബിൾ ഉണ്ടാക്കാൻ ഇനി എന്തെല്ലാം ടാഗുകൾ വേണം? ഒന്ന് TR ടാഗ് വേണം, പിന്നെ THO അല്ലെങ്കിൽ TDO ടാഗ് വേണം, പിന്നെ ക്യാപ്ഷൻ ടാഗും ആവശ്യമുണ്ടെങ്കിൽ. ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ടേബിളിന് ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിന് മുകളിലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ TR ടാഗ് എന്ന് പറയുമ്പം ഒരു ടേബിളിൽ ഒരു റോ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. TH അതിൽ ഹെഡിങ് കൊടുക്കാനും TD അതിലുള്ള ഡാറ്റ കൊടുക്കാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, തൊട്ട് മുമ്പത്തെ ചോദ്യത്തിലൂടെ ഞാൻ ഈ ടേബിളിനെ ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കാം. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൻ്റെ ആൻസറിൽ ഇവിടെ ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ടേബിൾ ഹെഡിങ്. അത് കുറച്ച് ബോൾഡായിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതൊരു റോ ആണ്. ഈ ഫസ്റ്റ് ബ്ലൂ കളറിൽ കാണുന്നത് ഒരു റോ ആണ്. ഇത് സെക്കൻഡ് റോ ആണ്, ഇത് തേർഡ് റോ ആണ്, ഇത് ഫോർത്ത് റോ ആണ്. ഈ ഓരോ റോയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ TR ടാഗ് ഉപയോഗിച്ചിട്ടാണ്. ആദ്യത്തെ TR ഉപയോഗിച്ചതിനുള്ളിൽ 2 കണ്ടൻറ്റാണ്. രണ്ടും ഹെഡിങ് ആണ്. അതിന് രണ്ടിന് 2 TH കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ റോയിൽ 2 TD കൊടുക്കണം. ഇവിടെയും TD, ഇവിടെയും TD ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ടേബിളിൻ്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ ഡിഫറൻസ് ബിറ്റ്വീൻ ഗെറ്റ് ആൻഡ് പോസ്റ്റ് എന്നിട്ടൊരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാപ്ഷൻ എന്ന് പറയുക. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ടേബിൾ ഉണ്ടാക്കാനുള്ള ചോദ്യമാണ് അടുത്തത്. കണ്ടോ, ഒരു ടേബിൾ ഉണ്ടാക്കാനുള്ള ചോദ്യമാണ്. ആ ടേബിളിൽ ക്യാപ്ഷൻ ഇല്ല, ഹെഡിങ്സ് ഉണ്ട്. ഗ്രൂപ്പ് 11 12 ക്ലാസ്സിൻ്റെ ഹെഡിങ് ഉണ്ട്. പിന്നെ കൊമേഴ്സ് ഡാറ്റ ഉണ്ട് 65 58, ഹ്യൂമാനിറ്റീസ് 60 to 60. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ടേബിൾ ബോർഡർ ഈസ് ഈക്വൽ ടു 1. തിയറി പരീക്ഷ എഴുതുമ്പോൾ ബോർഡർ ഈസ് ഈക്വൽ ടു 1 ഇല്ലെങ്കിലും കുഴപ്പമില്ല. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കാണെങ്കിൽ നിർബന്ധമാണ്. അപ്പോഴാണ് ഈ ബോർഡർ വരുള്ളൂ. ഇല്ലെങ്കിൽ ബോർഡർ ഇല്ലാത്ത ടേബിളേ വരുള്ളൂ. ടേബിളായിട്ട് ഇങ്ങനെ ഡാറ്റ ഒക്കെ തിരിച്ചു വരികയൊക്കെ ചെയ്യും. പക്ഷേ അതിനകത്ത് ഈ കള്ളികളൊന്നും ഉണ്ടാവില്ല. കള്ളികൾ വരണമെങ്കിൽ ബോർഡർ ഈസ് ഈക്വൽ ടു 1 എന്ന് ഉപയോഗിക്കണം. അപ്പോൾ അതിൽ നിന്ന് ഉപയോഗിച്ച് ശീലിക്കാം. ദെൻ ക്രിയേറ്റ് ദ ഫസ്റ്റ് റോ TR. നമ്മൾ ഈ ഒന്നാമത്തെ വരി ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഈ മൗസ് കൊണ്ടുവരുന്ന ഒന്നാമത്തെ വരി ക്രിയേറ്റ് ചെയ്യണം. ആ വരിയിൽ എന്തൊക്കെയാണ് വരേണ്ടത്? ആദ്യം വരേണ്ടത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഹെഡിങ് ആണ്. രണ്ടാമത് വരേണ്ടത് ഈ ക്ലാസ് 11 എന്ന് പറഞ്ഞ ഹെഡിങ് ആണ്. പിന്നെ ക്ലാസ് 12 എന്നുള്ള ഹെഡിങ് ആണ്. അത് ഓരോന്നും TH ടാഗ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യാം. TH ഗ്രൂപ്പ് /TH, TH ക്ലാസ് 11/TH, TH ക്ലാസ് 12/TH. അതോടെ ഫസ്റ്റ് റോ കഴിഞ്ഞു. ആ റോനെ ക്ലോസ് ചെയ്തു. ഇനി സെക്കൻഡ് റോ ആരംഭിക്കുകയാണ് TR. രണ്ടാമത്തെ റോ ആരംഭിച്ചു.
അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത്? കൊമേഴ്സ് 6558 കണ്ടോ, അത് ഡാറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് ടി ഡി എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ചു. ടി എച്ചിന് പകരം ടി ഡി. 3 കോളങ്ങളാണ്, ഓരോ കോളങ്ങൾക്കും ഓരോ ടി ഡി ടാഗ്. ടി ഡി ആദ്യത്തെ ടാഗിൽ കൊമേഴ്സ്, രണ്ടാമത്തെ ടാഗിൽ 65, മൂന്നാമത്തെ ടാഗിൽ 58. ഇനി ഹ്യൂമാനിറ്റീസിൻ്റെ ഈ വരി നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും എന്താണ്. അത് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ടി ആർ, ടി ഡി ഹ്യൂമാനിറ്റീസ്, ടി ഡി 62, ടി ഡി 60. ആ ടേബിൾ റോ ക്ലോസ് ചെയ്തു, ടേബിളിന് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ടേബിൾ. ഇതൊന്നും നമ്മുടെ പരീക്ഷയ്ക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് ആർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. ഒന്നും കൂടി ശ്രദ്ധിച്ച് കേട്ടാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടേബിളിൻ്റെ കൂടെ ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എപ്പോഴും ഉപയോഗിക്കുക. അതിന് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. പിന്നെ ടി ആർ ടാഗ് ഉപയോഗിച്ച് റോ ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ളിലുള്ള കോളങ്ങൾ ടി എച്ചോ ടി ഡിയോ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുക. ഹെഡിങ് വേണമെങ്കിൽ ടി എച്ച്, ഡാറ്റ വേണമെങ്കിൽ ടി ഡി. ഓക്കെ, അങ്ങനെ എത്ര റോ വേണോ അത്രയും റോസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ടേബിളിനെ ക്ലോസ് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റൈറ്റ് എനി 2 ആട്രിബ്യൂട്ട്സ് ഓഫ് ടി ആർ ടാഗ് വിത്ത് ഇറ്റ്സ് യൂസ്. ടി ആർ എന്ന് പറയുന്ന ടാഗിൻ്റെ ഏതെങ്കിലും 2 ആട്രിബ്യൂട്ടും അതിൻ്റെ യൂസും. ടി ആർ ടാഗിന് 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിലിപ്പോൾ 2 ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ 3 ഒന്നിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. ബി ജി കളർ, ആ ടേബിളിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പറ്റും. നമ്മൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ട ടേബിളുകളിലൊക്കെ പ്രത്യേകം ബാക്ക്ഗ്രൗണ്ട് കളറാണ്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ബി ജി കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ ഇങ്ങനെ 3 വാല്യൂ കൊടുത്ത് ആ ടേബിളിൻ്റെ ആ സെല്ലുകൾക്കകത്തുള്ള ആ റോയിലുള്ള സെല്ലുകൾക്കകത്തുള്ള കണ്ടൻറ്റ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ സെൻറ്ററിലേക്കോ അലൈൻ ചെയ്യാം. വി അലൈൻ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ആണ്. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് പോലെ തന്നെ പ്രധാനമാണ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. അതിന് കൊടുക്കാവുന്ന വാല്യൂസ് ടോപ്പ്, മിഡിൽ, ബോട്ടം ഓർ ബേസ് ലൈൻ. ഇത്രയും വാല്യൂസാണ് വി അലൈനിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ലിസ്റ്റ് എനി 6 ആട്രിബ്യൂട്ട്സ് ഓഫ് ടേബിൾ ടാഗ്. ടേബിൾ ടാഗിന് നിരവധി ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 6. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം. അപ്പോൾ ഇത് അടുത്ത വരി റെഡ് കളറിലാണെങ്കിൽ രണ്ടാമത്തത് പിന്നെ ഗ്രീനും, പിന്നെ മൂന്നാമത്തത് റെഡ്, നാലാമത്തത് ഗ്രീൻ. അങ്ങനെ ബി ജി കളർ ഉപയോഗിച്ചിട്ടാണ് ഈ കളർ മാറ്റി കൊടുക്കുന്നത്. ഇതാണ് ക്യാപ്ഷൻ. ആട്രിബ്യൂട്ട്സ് ഓഫ് ടേബിൾ ടാഗ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ സാധനമാണ് ക്യാപ്ഷൻ. ഓക്കെ, ഇതൊരു ടേബിളായിട്ട് ഉണ്ടാക്കിയതാണ്. അതിനകത്ത് ഇതാണ് ഹെഡിങ്. ഇനി ഇതിൻ്റെ ഡാറ്റാസാണ് ബോർഡർ, തിക്നെസ് ഓഫ് ബോർഡർ. ടേബിളിൻ്റെ ഈ ബോർഡറിൻ്റെ ഇതാണ് ബോർഡർ. ആ ബോർഡറിൻ്റെ തിക്നെസ്സിനാണ് ബോർഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ബോർഡർ കളർ, ആ ബോർഡറിന് വേണമെങ്കിൽ വേറൊരു കളർ കൊടുക്കുക. അതിന് ഉപയോഗിക്കുന്നതാണ് ബോർഡർ കളർ ആട്രിബ്യൂട്ട്. ബി ജി കളർ എന്ന് പറയുമ്പോൾ ടേബിളിന് മൊത്തത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് റോസിനാണ്. ടേബിളിന് മൊത്തത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ടേബിളിന് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കൊടുക്കുക. ഏതെങ്കിലും ചിത്രങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. സെൽ സ്പേസിങ്, ദ സ്പേസ് ബിറ്റ്വീൻ 2 സെൽസ്. 2 സെല്ലുകൾക്കിടക്കുള്ള സ്പേസ്. ഇതാണൊരു സെല്ല്, ഇതൊരു സെല്ല്, ഇത് രണ്ടാമത്തെ സെല്ല്. ഈ 2 സെല്ലുകൾക്കിടക്കുള്ള ഗ്യാപ്പ്, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് സെൽ സ്പേസിങ്. സെൽ പാഡിംഗ് എന്ന് പറഞ്ഞാൽ സെല്ലിലെ കണ്ടൻറ്റും അതിൻ്റെ ബോർഡർ ഇവിടെ കണ്ടാവും. സെല്ല് കണ്ടൻറ്റും സെല്ലിൻ്റെ ബോർഡറും തമ്മിൽ യാതൊരു ഗ്യാപ്പും ഇല്ല. ഒരു മാർജിൻ പോലെ ഒന്നുമില്ല. തൊട്ടടുത്ത് ബോർഡറിനോട് ചേർത്തിട്ടാണ് കണ്ടൻറ്റ് വരുന്നത്. അത് മാറ്റിയിട്ട് അവിടെ ഒരു കണ്ടൻറ്റിന് ഒരു മാർജിൻ പോലെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ പാഡിംഗ് ഉപയോഗിക്കാം. വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, ഈ ടേബിളിൻ്റെ ഈ സെല്ലിൻ്റെ ടേബിളിൻ്റെ വിഡ്ത്തും എൻ്റയർ വിഡ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റും അത് നമുക്ക് തീരുമാനിക്കാം. വിഡ്ത്തും ഹൈറ്റും ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഫ്രെയിം എന്ന് പറയുമ്പോൾ ഈ ഔട്ടർ ബോർഡറാണ്. ഈ ലാസ്റ്റ് സറൗണ്ട് ചെയ്ത് വരുന്ന ബോർഡർ ഉണ്ടല്ലോ, അതിൻ്റെ ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്രെയിം. അതിന് വൈഡ് എന്ന് കൊടുത്താൽ ഫ്രെയിം വേണ്ട. അപ്പോൾ ഈ ഉള്ളിലുള്ള കള്ളികൾ മാത്രമേ ഉണ്ടാവും, പുറത്തേക്കുള്ള ഈ വര ഉണ്ടാവില്ല. ഈ ഔട്ടറിൽ വരുന്ന ഈ വര ഉണ്ടാവില്ല. 4 വര ഉണ്ടല്ലോ, ഒന്ന് മുകൾ ഭാഗത്ത് വരുന്നത്, പിന്നെ 2 ലെഫ്റ്റ് സൈഡിൽ LHS, RHS, അതേപോലെ താഴെ വരുന്നത് ഇത്രയും ഉണ്ടാവില്ല. അപ്പോൾ അത് LHS മാത്രം വേണമെങ്കിൽ LHS കൊടുക്കാം, RHS മാത്രം വേണമെങ്കിൽ RHS കൊടുക്കാം. വെർട്ടിക്കൽ സൈഡ്സ് പറയുമ്പോൾ ഈ പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള രണ്ടും മാത്രം വേണമെങ്കിൽ വി സൈഡ്സ് കൊടുക്കാം. H സൈഡ്സ് കൊടുത്താൽ ഹൊറിസോണ്ടൽ സൈഡ്സ് മുകളിലത്തും താഴത്തും മാത്രം വരും. ബോർഡറിന് കൊടുത്താൽ എല്ലാം വരും. അതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള കേസ്. ബോർഡറൊന്നും ബോക്സിന് കൊടുക്കാം. റൂൾസ് എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള വരകളാണ്, ഉള്ളിൽ വരുന്ന ഈ വരകളാണ് റൂൾസ്. അതിനെ കൺട്രോൾ ചെയ്യാൻ നണ്ണ്, റോസ്, കോൾസ്, ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയുന്ന വാല്യൂസ് ഉണ്ട്. ഓൾ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അലൈൻ എന്ന് പറയുമ്പോൾ ഈ ടേബിളിനെ തന്നെ അലൈൻ ചെയ്യും, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. ഇതെല്ലാം കൂടി എഴുതേണ്ട ആവശ്യമില്ല. ഈ ചോദ്യത്തിൽ ഏതെങ്കിലും 6 ആട്രിബ്യൂട്ടാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഞാൻ എല്ലാം കൂടി ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റൈറ്റ് ദ HTML കോഡ് ഫോർ ക്രിയേറ്റിംഗ് ദ ഫോളോവിങ് ടേബിൾ. ഇത്തരം ടേബിളുകൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തോ ഒരു ചെറിയൊരു കുഴപ്പമുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ടേബിളിനകത്ത് നോക്കുമ്പോൾ ആദ്യത്തെ വരിയിൽ 2 കോളങ്ങളുണ്ട്, രണ്ടാമത്തെ വരി നോക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ അങ്ങനെ കോളങ്ങൾ ഡിസ്റ്റിങ്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത്തരം ടേബിളുകളിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ് സ്പാനിങ്. അപ്പോൾ സ്പാനിങ് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ ടെക്നിക്ക് ഞാനിവിടെ പരിചയപ്പെടുത്താം. ഞാനിതിനെ ഈ ചിത്രത്തിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. എന്ന ചിത്രത്തിന് ഞാൻ ഇവിടെ സേവ് ചെയ്തെടുത്തു. ഇനി അതിനെ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. എനിക്ക് ആ ടേബിളിലൊന്ന് ഇത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്
ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിൾ. ഈ ടേബിളിൽ സ്പാനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു എക്സസൈസ് പോലെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ടേബിളിൽ നിങ്ങൾ ഉള്ളിലുള്ള റോസ് കോളംസും എല്ലാം ഉള്ളിലുള്ള റൂൾസ് എല്ലാം നോക്കുക. അപ്പോൾ ഈ റൂൾസ് ഈ ടോപ്പ് എഡ്ജ് മുതൽ ബോട്ടം എഡ്ജ് വരെ ഉണ്ട്, ആ ഒറ്റ കോളമല്ലേ ഉള്ളൂ. പിന്നെ ഈ ഒരു റോ ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ ഉണ്ട്, പക്ഷേ ഈ ഒരു റോ ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ ഇല്ല. അപ്പോൾ ഈ റോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നിങ്ങനെ ഡാഷ്ഡ് ലൈൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്യാതെ ഈ പണി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്യാൻ ഡാഷ്ഡ് ലൈൻ വെച്ചിട്ട് അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു ടേബിളിൻ്റെ ലേഔട്ടായി, 3 വരിയും 2 കോളമുള്ള ഒരു ടേബിളിൻ്റെ ലേഔട്ടായി. അതിൽ ഈ ഡാഷ്ഡ് ലൈനിൽ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഞാൻ അവിടെ വരയ്ക്കാം. ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ ആ 2 സെല്ലും കൂടി മെർജ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്ന കണ്ടൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള മെർജിങ് ഓഫ് സെൽസ് എന്നെ വിളിക്കുന്ന പേരാണ് സ്പാനിങ്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കുക. ഇതേപോലെ ഡാഷ് ലൈൻ ഇട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സെല്ലാണ് മെർജ് ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈ സെല്ലുകൾ ഇങ്ങനെ നേരെയുള്ള സെല്ലാണ് മെർജ് ചെയ്യുന്നതെങ്കിൽ അതിനെ കോൾ സ്പാൻ എന്നും, താഴത്തേക്കുള്ള സെല്ലുകളാണ് മെർജ് ചെയ്യുന്നതെങ്കിൽ അതിനെ റോ സ്പാൻ എന്നും പറയും. റോ സ്പാൻ അഥവാ കോൾ സ്പാൻ രണ്ടെണ്ണമാണ് വരിക. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് റോ സ്പാൻ ആണ്, കാരണം 2 സെല്ലുകൾ താഴെയാണ്. റോ സ്പാൻ ഈ സീക്വൽ എത്ര സെല്ലാണ് മെർജ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു എക്സസൈസും കൂടി ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതിൽ നമുക്ക് ഒന്നും കൂടി കാണാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ടേബിൾ ബോർഡർ ഈസ് ഈക്വൽ ടു 1. അത് നേരത്തെ പറഞ്ഞ തന്നെ TR TH ക്ലാസ് TH ഗ്രൂപ്പ് ആദ്യത്തെ റോ, ഈ ഒരു റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ രണ്ടാമത്തെ റോ വരാം TR TD C1, അതിൽ പ്രശ്നമില്ല. ആദ്യത്തെ റോ ഇതാണ്. ഇനി അടുത്ത് കൊമേഴ്സിനാണ് വരേണ്ടത്, പക്ഷെ അത് 2 റോ സ്പാൻ 2 സെല്ലുകളുടെ റോയിലുള്ള ചിത്രം വരച്ചപ്പോൾ കണ്ടല്ലോ, ചിത്രം വരച്ചപ്പോഴുണ്ട് കണ്ടോ, ഈ 2 സെല്ലുകളെ മെർജ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. റോ സ്പാനാണ് ഉപയോഗിക്കേണ്ടത്, താഴത്തെ സെല്ല് ആയതുകൊണ്ട് ഇപ്പോൾ റോ സ്പാൻ ഉപയോഗിക്കുക, ആ കണ്ടൻറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി 3rd റോയിൽ വരുമ്പോൾ ഇത് ഓൾറെഡി കഴിഞ്ഞു പോയി, ഇനി അവിടെ ബാക്കിയുള്ളത് C2 മാത്രമാണ്. സോ TR TD C2/TD അത് മാത്രമേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചോദ്യം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ സ്പാനിങ് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റിസൾട്ട് ഓഫ് ABC സ്കൂൾ വേറൊരു ടേബിളാണ്. റൈറ്റ് HTML ടാഗ് ടു ക്രിയേറ്റ് ദ ഫോളോവിങ് ടേബിൾ. അപ്പോൾ ഇവിടെ ക്യാപ്ഷനൊക്കെ ഉള്ള ടേബിളാണ്. റിസൾട്ട് ഓഫ് ABC സ്കൂൾ, ഇയർ, സ്റ്റുഡൻറ്റ്, രജിസ്റ്റേർഡ്, പാസ് പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ടേബിളാണുള്ളത്. ഈ ടേബിളിനാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. ഈ ടേബിളിൻ്റെ ഇപ്പോൾ എല്ലാ വരികളിലും റോസും കോളംസും ഒന്നും സെയിം അല്ല. ഇവിടെ കുഴപ്പമില്ല, താഴത്തേക്കുള്ള ഈ 3 റോയിൽ കുഴപ്പമില്ല. അതിൽ കൃത്യമായി 3 റോയും കാണുന്നുണ്ട്, അതുപോലെ തന്നെ 4 കോളങ്ങളും കാണുന്നുണ്ട്. പക്ഷേ മുകളിൽ അങ്ങനെയല്ല. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സ്പാനിങ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ സ്പാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഇമേജിന് ചിത്രം വരയ്ക്കാനായിട്ട് ഞാൻ ഇമേജിനെ ഒന്ന് സേവ് ചെയ്തെടുക്കാൻ പോവാണ്. അതിൻ്റെ സേവ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാനതിനെ വേറൊരു ചിത്രം വരയ്ക്കാവുന്ന ഒരു ടൂൾ വെച്ചിട്ട് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഇതിൽ ഈ ചിത്രത്തിൽ നോക്കാം. ഇതിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വെർട്ടിക്കൽ ലൈൻ കംപ്ലീറ്റ് ആണ്, പക്ഷേ ഈ ലൈൻ കംപ്ലീറ്റ് അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഒന്നിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അതുപോലെ ഹൊറിസോണ്ടൽ ലൈൻസ് ഇതെല്ലാം കംപ്ലീറ്റ് ആണ്, പക്ഷേ ഈ ഹൊറിസോണ്ടൽ ലൈൻ കംപ്ലീറ്റ് അല്ല. അപ്പോൾ ഇതിനെ വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് സ്പാനിങ്. അപ്പോൾ ഇവിടെ ഒരു സ്പാനിങ് ഉണ്ട്, എങ്ങനെ വരയ്ക്കാം. അതുപോലെ ഇവിടെ ഒരു സ്പാനിങ് ഉണ്ട്, ഇതാ ഈ 2 കൂടി ഒരു സ്പാനിങ് ആണ്. പിന്നെ ഇവിടെ ഒരു സ്പാനിങ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 3 സ്ഥലത്ത് സ്പാനിങ് കാണുന്നുണ്ട്. ഇവിടെ 2 റോസാണ്, മനസ്സിലാവുണ്ടല്ലോ, 2 റോസാണ്. താഴത്തെ 2 റോസ്. ഇവിടെയാണെങ്കിലോ 2 കോളങ്ങളാണ് സ്പാൻ ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം. ഇവിടെയാണെങ്കിൽ വീണ്ടും 2 റോസാണ്. അപ്പോൾ അതിനനുസരിച്ച് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുക, അതിനെ കണ്ടൻറ്റ് ഡെലിവറി ചെയ്യുക, അത്രേ ആവശ്യമുള്ളൂ. ഇനി വേറെ ഒന്നും നോക്കാമല്ല. ഈ വരച്ച് കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് കിടക്കാം. ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. ടേബിൾ ബോർഡർ ഈസ് ഈക്വൽ ടു 1. ആദ്യത്തെ പോലെ തന്നെ ക്യാപ്ഷൻ കൊടുത്തു, റിസൾട്ട് ഓഫ് ABC സ്കൂൾ. ഇവിടെ ഈ ക്യാപ്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തത്. ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്തു TR. അതിൽ നോക്കുക, ആദ്യത്തെ കണ്ടോ TH റോ സ്പാൻ ഈസ് ഈക്വൽ ടു 2. നമുക്ക് ആ ചിത്രം ഒന്ന് കാണാം. TH ഇയറാണ് കൊടുക്കേണ്ടത്, പക്ഷേ ഒറ്റ സെല്ലിലല്ല, താഴെ 2 സെല്ലിലാണ് ആ കണ്ടൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ TH റോ സ്പാൻ ഈസ് ഈക്വൽ ടു 2 ഇയർ. അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ് ആണ്. ഇവിടെ THയുടെ സ്റ്റുഡൻസിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ച് കോൾ സ്പാൻ ആണ്. ചിത്രം ഒന്ന് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, 2 നേരെയുള്ള 2 കോളങ്ങളാണ് നമ്മൾ മെർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് കോൾ സ്പാൻ മതി. ദെൻ മൂന്നാമത്തത് നമുക്ക് ഇതാണ് വേണ്ടത്, പാസ് പെർസെൻറ്റേജ്. ഇതിൻ്റെ ചിത്രം ഒന്നുകൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 2 താഴെയുള്ള സെല്ലുകളാണ് അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത്. അത് തന്നെ റോ സ്പാൻ. ഓക്കെ, റോ സ്പാൻ ഈസ് ഈക്വൽ ടു അവിടെ ഞാനത് പിന്നെ കൊടുക്കാൻ മറന്നിട്ടുണ്ട്.
ടി എച്ച് ഇവിടെ റോസ് പാൻ വേണം കേട്ടോ. റോസ് പാൻ ഈസ് ഈക്വൽ ടു 2. ടി എച്ച് റോസ് പാൻ ഈസ് ഈക്വൽ ടു പാസ് പെർസെൻറ്റേജ്. പാസ് പെർസെൻറ്റേജ് 2 വരിയിൽ വരാൻ വേണ്ടിയിട്ടാണ് പാസ് ബി ആർ പെർസെൻറ്റേജ് എന്ന് കൊടുത്തത്. അത് മാത്രം പോരാ, ഇവിടെ കോൾ സ്പാൻ ഈസ് ഈക്വൽ ടു 2 എന്നും കൂടി വേണം. ഓക്കെ, ആ ഒരു വരീനെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ കൊടുത്തിട്ട് തെറ്റിപ്പോയതാണ്. റോസ് പാൻ ഈക്വൽ ടു 2 പാസ് ബി ആർ പെർസെൻറ്റേജ്. ആ ബി ആർ പെർസെൻറ്റേജ് കൊടുക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ 2 വരിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. പാസ് എന്നൊരു വരിയിലും പിന്നെ പെർസെൻറ്റേജിന് അടുത്ത വരിയിലും വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് റോയിലേക്ക് വരാം. ടി ആർ ടി എച്ച് സെക്കൻഡ് റോയിൽ വരുമ്പോൾ ഇനി രജിസ്റ്റേർഡ് ബാക്കിയുള്ളത്. ഇതൊക്കെ നേരത്തെ ഈ ചിത്രമൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച് പോയി, ഈ പറഞ്ഞതൊക്കെ ഉപയോഗിച്ച് പോയി. ഇനി ഈ ബാക്കിയുള്ളത് എന്താ, രജിസ്റ്റേർഡും പാസ്ഡും മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. അതിൽ സ്പാനിങ് ഒന്നുമില്ല. അപ്പോൾ അത് നേരെ കൊടുക്കുക. കണ്ടോ, ടി എച്ച് രജിസ്റ്റേർഡ്, ടി എച്ച് പാസ്ഡ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള റോസ് കണ്ടോ, ഈ റോ 2014 200 130 65. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രശ്നമില്ല. 2014 200 130 65 ടി ഡി ബേസ് നേരെ കൊടുത്തിരിക്കുകയാണ്. അതേപോലെ 2015 200 180 75. അടുത്ത 2015 200 180 75. അടുത്ത് 2016 200 160 80. അത് മൂന്നാമത്തെ റോയിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതൊരു പ്രശ്നമല്ല. എത്ര റോസ് കൂടുമെന്ന് നമ്മൾ കുറച്ച് എഴുതണമെന്നേ ഉള്ളൂ, അല്ലാതെ പിന്നെ അതൊരു വിഷയമേ അല്ല. റോസിൻ്റെ എണ്ണം കൂടുന്നത്. ഈ സ്പാനിങ് ആണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. സ്പാനിങ് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത് 2 ചോദ്യങ്ങളിലൂടെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് കോൾ സ്പാൻ ആൻഡ് റോ സ്പാൻ ആട്രിബ്യൂട്ട് ഇൻ ടേബിൾസ്. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്, പിന്നെ ഈ പ്രശ്നമില്ല, അതിനെപ്പറ്റി പറയാം. ഈ 2 ആട്രിബ്യൂട്ടുകൾ സ്പാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മെർജിങ് ഓഫ് 2 or more cells into 1 cell. റോ സ്പാൻ സ്പാൻസ് 2 or more cells in rows, that is one below the other. ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട് വരുന്ന റോസ്. നമ്മൾ നേരത്തെ ചിത്രങ്ങളിൽ കണ്ടല്ലോ. കോൾ സ്പാൻ സ്പാൻസ് 2 or more cells in columns സൈഡ് ബൈ സൈഡ്. സൈഡ് ബൈ സൈഡായിട്ട് വരുന്ന 2 കോളങ്ങളിലുള്ള അല്ലെങ്കിൽ 2 അതിലധികമോ കോളങ്ങളിലുള്ള സെല്ലുകളെ മെർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഈ ആട്രിബ്യൂട്ട് എവിടെ ഉപയോഗിക്കേണ്ടത്? ദീസ് ആട്രിബ്യൂട്ട്സ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഐദർ ടി എച്ച് ഓർ ടി ഡി. സോറി, ടി ആർ അല്ല കേട്ടോ, ടി എച്ച് ഓർ ടി ഡിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. ഒന്നുകിൽ ടി എച്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ ടി ഡിയുടെ കൂടെ. ടി എച്ച് ഓർ ടി ഡി ആണ്, ടി ആർ അല്ല, ടി എച്ച് ഓർ ടി ഡി. ഓക്കെ, ടി എച്ച് ഓർ ടി ഡിയുടെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എംബഡ് ടാഗ്? ലിസ്റ്റ് എനി 3 ആട്രിബ്യൂട്ട് ഓഫ് ദിസ് ടാഗ്. എംബഡ് ടാഗിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ഏതെങ്കിലും 3 ആട്രിബ്യൂട്ട്സ് ഡിസ്കസ് ചെയ്യാം. എംബഡ് ടാഗ് മൾട്ടിമീഡിയ ഇൻസർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് എംബഡ് ടാഗ്. മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? ഇമേജ് ആവാം, MP3 ആവാം, MP4 ആവാം. ഓക്കെ, അതൊക്കെ ഒരു വെബ് പേജിൽ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് എംബഡ് ടാഗ്. അതിനുള്ള ആട്രിബ്യൂട്ട്സ് ഒന്ന് SRC ആണ്. ഏത് ഫയലാണ് നിങ്ങൾ, ഏത് മീഡിയ ഫയലാണ് നിങ്ങൾ എംബഡ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ പേര്. ഹൈറ്റ് വിഡ്ത്ത്. ഈ മീഡിയാസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്കൊരു റെക്റ്റാങ്കുലർ ബോക്സ് ആവശ്യമാണ്. ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് കൊടുക്കാം. അതിൻ്റെ ഒരു ചെറിയ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു ചെറിയ വർക്കിംഗ് ആണ്. എംബഡ് SRC my വീഡിയോ MP4 വിഡ്ത്ത് 200 IT 150/embed. ഇതേപോലൊരു കണ്ടന്റ് വരും. നമുക്കതിവിടെ പ്ലേ ചെയ്യാം. കണ്ടോ, ആ വീഡിയോയുടെ പ്ലേ ചെയ്യുന്നത് കണ്ടല്ലോ. ഓക്കെ, ഈ SM വെൻഡേഴ്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാനതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്കൊരു വെബ് പേജിനകത്തൊരു വീഡിയോ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് എംബഡ് ടാഗ്. വീഡിയോ മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, വീഡിയോ മാത്രമല്ല, സോങ്സ് MP3 സോങ്സ് കൊണ്ടുവരാം, അതുപോലെ ചിത്രങ്ങൾ കൊണ്ടുവരാം. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എംബഡ് ടാഗ്. ഇതിനെ നമ്മൾ എക്സ്റ്റേണൽ മീഡിയ എന്നും പറയും. വേറൊരു എക്സ്ട്രാ ഫയലിൽ നിന്നുള്ള മീഡിയ ആണ് നമ്മളിതിനകത്ത് കൊണ്ടുവരുന്നത്. Then explain how background music can be read in a web page. ഒരു വർഷം പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. ഡിസ്കസ് ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ടാഗ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു വെബ് പേജിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ടാഗാണ് BG സൗണ്ട്. അത് ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെയാണ്. BG സൗണ്ട് SRC ഏതാണ് ആ സൗണ്ടിൻ്റെ പേര്, അത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കൊണ്ടുവരേണ്ട പ്രയാസമാണ്, അതിന് കാര്യമില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെബ് പേജ് വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ മ്യൂസിക്കായിട്ട് നടക്കുള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ അതിനുള്ള ആട്രിബ്യൂട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ബോഡി ടാഗിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അപ്പോൾ BG സൗണ്ട് എന്ന് പറഞ്ഞ ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റ്സ് എൻ empty ടാഗ്. അതിന് SRCയിൽ ഏത് ഫയലാണ് പ്ലേ ചെയ്യേണ്ടത് അതിൻ്റെ ഫയലിൻ്റെ പേര് കൊടുക്കുക. ലൂപ്പിൽ എത്ര പ്രാവശ്യം വേണോ അത് കൊടുക്കുക. ഇൻഫിനിറ്റ് കൊടുത്താൽ അനന്തമായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യില്ല. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും ആവർത്തിച്ച് വരും. SRCയും ലൂപ്പും വോള്യൂമാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ്. വോള്യൂം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തുമാത്രം സൗണ്ടിലാണ് ഇത് പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് വോള്യൂം എന്ന് പറയുന്ന ടാഗിൽ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിനകത്ത് എല്ലാ ഏരിയസ്, ഈ ചാപ്റ്ററിലുള്ള എല്ലാ ഏരിയസും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും.